ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിക്കാം എന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രസ് ബാറിൽ പോയി canva.com എന്ന് ടൈപ്പ് ചെയ്യുക. www.canva.com. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിൽ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ഡിസൈൻ എന്ന് കൊടുക്കുക. ഫേസ്ബുക്ക് പോസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റ് പോസ്റ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചെയ്യുക. ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്ത് ടോപ്പിൽ പോയി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. മഞ്ഞ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം എനിക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് മീൻസ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് മല്ലു റെസ്റ്റോറൻറ്റ് എന്നാണ്. ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് വലുതാക്കാം, അല്ലെങ്കിൽ ടോപ്പിൽ പോയി അതിൻ്റെ സൈസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈസ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 62 ഉള്ളത്. ഒരു 65, 70, 75 വരെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈസിൽ കിട്ടും. അപ്പോൾ ഇനി വേണ്ടതൊരു സബ് ടൈറ്റിലാണ്. ചെറിയൊരു ടൈറ്റിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. കം ആൻഡ് ജോയിൻ വിത്ത് അസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് കളർ ഏതാ കളർ വേണ്ട വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു പിക്ചർ എടുക്കാൻ പോവാണ്. ഇത് സെലക്ട് ചെയ്തു സൈസ് സ്ക്രോൾ ചെയ്ത് ചെറുതാക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഫ്രെയിമിലായതുകൊണ്ട് കാണാൻ കുറച്ച് ഭംഗി കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കണം. സർക്കിൾ ആഡ് ചെയ്യാം, നോക്കാം എങ്ങനെയാണെന്ന്. അതിനെ സെർച്ച് ബാറിൽ പോവാം, ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുക. ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ആയിട്ടുള്ള സർക്കിൾ കിട്ടും നിങ്ങൾക്ക്. അത് ഞാൻ സർക്കിൾ സെലക്ട് ചെയ്ത് അതിലേക്ക് അത് ഡ്രാഗ് ചെയ്തിട്ടു. ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട്. സ്ക്രോൾ ചെയ്ത് ചെറുതാക്കാം. നമുക്ക് കോണ്ടാക്ട്സ് എന്ന് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടൈറ്റിൽ ഇവിടെ മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ കോണ്ടാക്റ്റസ് എന്ന് നമ്മൾ കൊടുക്കുന്നു. പിന്നെ കുറച്ച് വലിയ ഒരു ചെറിയ സബ് ഹെഡിങ്ങും കൂടി കൊടുക്കുക. മീൻസ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് അതിൻ്റെ അടിയിൽ വെച്ച് അവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഐക്കൺ വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൻ്റെ ഐക്കൺ വെക്കണം, കോൾ ആണെങ്കിൽ കോൾ ബട്ടൻ്റെ ഐക്കൺ വെക്കണം.
കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ വേണ്ടി. ഇപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഐക്കൺ സെലക്ട് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ പോവുക, വാട്സപ്പ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൻ്റെ കുറച്ച് മോഡൽ ഐക്കൺ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. വാട്സപ്പ് ഐക്കൺ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. വാട്സപ്പ് ഐക്കൺ കുറച്ച് വാട്സപ്പ് ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു അതിൻ്റെ സൈസ് ചെറുതാക്കുക. ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ ഭംഗിയില്ല, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം വാട്സപ്പിൻ്റെ. അതിനുവേണ്ടി അത് സെലക്ട് ചെയ്തു. ഇതൊന്ന് കറക്റ്റ് പൊസിഷനിൽ വെക്കണം ആദ്യം. ഇനി ഇത് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ടോപ്പിൽ പോയി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലാക്ക് ആണുള്ളത്, ഇനി ഗ്രീൻ ആക്കുക. അപ്പോൾ വാട്സപ്പ് ഐക്കണിൻ്റെ കളർ മാറിക്കഴിഞ്ഞു. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിനെക്കാളും ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അട്രാക്റ്റീവ് ആകാൻ നല്ലത്. അതിനുവേണ്ടി നിങ്ങൾ BG റിമൂവർ എന്ന് പറഞ്ഞിട്ട് BG.remover എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, ആവശ്യമുള്ളത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇതിലുള്ള ഒരു ഫോട്ടോസാണ് ഞാൻ ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പിക്ചേഴ്സ് ആഡ് ചെയ്യുക, അതാണ് ബെറ്റർ. ലെറ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ ഭംഗിയുള്ള ഞാനൊരു ബ്രൗൺ കളർ കൊടുക്കുന്നു. കോണ്ടാക്ട്സ് എന്നതും നമുക്ക് അതിൻ്റെ കളറും കൂടി ചേഞ്ച് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഫയലിൽ പോവുക, ആ ഡിസൈൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് ആ പാത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.